എല്ലാവരും സുഖമല്ലേ? ഇന്ന് മുന്തിരിൻ്റെ ഇലേനെ കൊണ്ട് ഒരു റാപ്പ് ഉണ്ടാക്കാം നമുക്ക്. നാട്ടിലെല്ലാം ഇപ്പം മുന്തിരി ചെടി നട്ടിട്ട് കാണുന്നുണ്ട്. ഇതുവരെ കാണാത്തവർക്ക് ഇങ്ങനെയാണ് അതിൻ്റെ ഇലയൊക്കെ ഉണ്ടാവുക. ചില ഇലയൊക്കെ നല്ല വീതി ഉണ്ടാവും. നമുക്ക് തളിരിലയാണ് വേണ്ടത്. ആ സൈസ് പറ്റില്ല. ഈ ഒരു പാകത്തിനാണ് എടുക്കുന്നത്. ഞാൻ ഇന്നൊരു 2 ആൾക്കുള്ള പോർഷൻ ആക്കുന്നത്. അതൊരു 8 ഇലയോളം പറിച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു പച്ച കളർ മുന്തിരിയാണ്, നല്ല പുളിപ്പുമാണ്. ഈ മുന്തിരിൻ്റെ ഇലക്ക് ഒരു പുളിപ്പും ചവർപ്പും ഉണ്ടാവും, നെല്ലിക്കയെല്ലാം പോലെ. സാധാരണ നമ്മൾ അടയൊക്കെ ഉണ്ടാക്കുമ്പം വാഴ ഇലയിൽ ചെയ്യുമ്പം കഴിക്കാനാകുമ്പം ഇലയെടുത്ത് കളയൂലേ, ഇതങ്ങനെ ചെയ്യേണ്ട. മുന്തിരി ഇലയോടും കൂടെ നമുക്ക് അകത്തുള്ള ഫില്ലിങ്ങും കഴിക്കാം. ഈ മിഡിൽ ഈസ്റ്റേൺ ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് മുന്തിരിൻ്റെ ഇലേനെ കൊണ്ടുള്ള ഡിഷസ്. ഇത് നല്ല ഫ്ലെക്സിബിളാണ്. കുക്ക് ചെയ്യുമ്പോൾ അതിങ്ങനെ കീറിയൊന്നും പൊട്ടിയൊന്നും പോവില്ല. ഇൻഗ്രീഡിയൻസ് നോക്കാം. പത്തിരിപ്പൊടി ഒരു 1/2 കപ്പ്, ഒരു 8 പ്രോൺസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അളവിൽ 8 ഇലയും എടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി വെച്ച. ഒരു 1/4 കപ്പ് തേങ്ങ, ഒരു ചെറിയ തക്കാളി 1/2 കഷ്ണം പൊടിയായി അരിഞ്ഞത്, 1/2 കഷ്ണം സവോള, ഒരു ടീസ്പൂൺ പെരുംജീരകം, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 2 ഗാർലിക് പൊടിയായി അരിഞ്ഞത്, മുളക് പൊടി കുറച്ച്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ പത്തിരിപ്പൊടി. നമ്മൾ ഇനി പത്തിരിപ്പൊടി ഉണ്ടാക്കാം. ആദ്യം ഒരു 1/4 കപ്പ് വെള്ളത്തിൽ പെരുംജീരകം ഒരു 1/2 പോർഷനും, പിന്നെ ഫുൾ സാധാരണ ജീരകവും തേങ്ങയും സവോളയും ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിട്ട് നല്ലോണം ഒന്ന്, വെളിച്ചെണ്ണ ഏതെങ്കിലും ഓയിൽ ഇട്ടിട്ട് ഇതാക്കുക. ലാസ്റ്റ് പത്തിരിപ്പൊടി ഇട്ടിട്ട് കുഴച്ചെടുക്കുക. ഈ ഒരു പാകത്തിന് എന്നിട്ട് നമുക്ക് ഇലയിലേക്ക് പരത്തിയെടുക്കാം. സൈഡിൽ നമുക്ക് പ്രോൺസിൻ്റെ കാര്യം നോക്കാം. ആദ്യം എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് പെരുംജീരകം ബാക്കിയും ഗാർലിക്കും ഇട്ട് വഴറ്റുക. അതിലേക്ക് നമുക്ക് ഉള്ളിയും തക്കാളിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ട് ഇളക്കേണ്ടതുണ്ട്. ഞാനിതിനകത്ത് ലാസ്റ്റ് ഒരു ഇത്തിരി പഞ്ചസാര ഇടുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു സ്വീറ്റ്നെസ് ഉണ്ടാവും പ്രോൺസിന്. അത് വേണ്ടാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യാം. പക്ഷേ അതുണ്ടാകുമ്പോൾ കുറച്ചൊരു നല്ലതായിട്ടുണ്ടാവും, ഒരു ഫ്ലേവേഴ്സൊക്കെ ബാലൻസ് ആവുന്ന പോലെ ഉണ്ടാവും. ഇതിപ്പോൾ നമ്മൾ മുളക് പൊടി മഞ്ഞൾ പൊടിയെല്ലാം ഇട്ടു, സവാള ഇട്ടു, തക്കാളി, ഇതെല്ലാം എന്നിട്ട് ഡ്രൈ ആയി കിട്ടണം. പിന്നെ ലാസ്റ്റ് നമുക്ക് മല്ലിയിലയൊക്കെ ഇടണമെങ്കിൽ ഇടാം. ഞാനത് ഇന്ന് അതൊന്നും ഇട്ടിട്ടില്ല. മിനിമം ഫ്ലേവേഴ്സ് മാത്രം ഇട്ടിട്ട് ചെയ്യാണ്. ഉപ്പും ഇട്ട് ഇത് വറ്റി വരുമ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ പഞ്ചസാര ഇടും. പ്രോൺസ് അവിടെ നിന്ന് ആയിക്കോട്ടെ. അപ്പം നമുക്ക് ഇലയിൽ മറ്റേ മാവ് പരത്തി വെക്കാം. ഇതെല്ലാം പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് പ്രോൺസ് റെഡിയാവും. പ്രോൺസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓരോരോ പ്രോണും ഒരു ഇത്തിരി മസാലയും എടുത്തിട്ട് ഇതിൻ്റെ നടുവിലേക്ക് വെക്കാം. ചൂടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, മാവ് അത് ബെയർ ചെയ്തോളും. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് മടക്കുകയേ വേണ്ടുള്ളൂ. ഇനി ഒരു സ്റ്റീമറിൽ നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ച് റെഡിയാക്കിയിട്ട് ഈ മടക്കിയ ഇലേനെ അങ്ങോട്ട് ഇറക്കി വെക്കാം. ഒരു 5-8 മിനിറ്റൊക്കെ ആകുമ്പം അത് സ്റ്റീമായി കിട്ടും. നല്ലൊരു സ്റ്റീമറാണെങ്കിൽ ഇതായി നമുക്കത് ഡിഷ് ചെയ്ത് വെക്കാം. അതിൻ്റെ മേലെ ഞാൻ കുറച്ച് മയണൈസ് ഇട്ടതാണ്. ഒന്നും വേണമെന്നില്ല, നമുക്ക് പ്ലെയിനായിട്ടും കഴിക്കാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണേ. താങ്ക്സ് കേട്ടോ.